ഓം ജടാധരം പാണ്ഡുരംഗം ശൂലഹസ്തം കൃപാനിധിം സർവരോഗഹരം ദേവം ദത്താത്രേയം അഹം ഭജേത്. ഗുരുപരമ്പരയ്ക്കും മോഹൻജിയുടെ പിതാവായ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. ശങ്കരഭട്ടിൻ്റെ പീഠികാപുരത്തേക്കുള്ള യാത്രയും യാത്രാമധ്യേ ഉണ്ടാകുന്ന വിവിധങ്ങളായ അനുഭവങ്ങളും പ്രപഞ്ചത്തിലെ സത്യങ്ങളും ശ്രീപാദ ശ്രീവല്ലഭൻ്റെ മാഹാത്മ്യങ്ങളുമാണ് ആദ്യത്തെ കുറച്ച് അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യ അധ്യായത്തിൽ ശങ്കരഭട്ട് വ്യാഘ്രേശ്വര ശർമ്മയെ കണ്ടുമുട്ടുന്ന കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ശങ്കരഭട്ട് ആദ്യം ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നു. അവിടെ കൃഷ്ണൻ്റെ ദർശനവും കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് കന്യാകുമാരി ദേവിയെ സന്ദർശിക്കാനായി പുറപ്പെടുന്നു. കന്യാകുമാരിയിലെത്തി കന്യാകുമാരി ദേവിയുടെ ദർശനം ലഭിക്കുന്നു. കന്യാകുമാരി ദേവി അദ്ദേഹത്തോട് പീഠികാപുരത്തേക്ക് പോയി ശ്രീപാദ ശ്രീവല്ലഭനെ ദർശിക്കാനായി ഉപദേശിക്കുന്നു. കന്യാകുമാരിയിൽ നിന്ന് പോകുന്ന വഴിയിൽ അദ്ദേഹം മരുത്വാമലയിൽ എത്തുന്നു. മരുത്വാമലയിൽ ഒരുപാട് സന്യാസിമാരുടെ ഗുഹകളുണ്ട്. അതിൽ ഒരു ഗുഹയ്ക്ക് പുറത്തായിട്ട് ഒരു കടുവയെ കാണുന്നു. അദ്ദേഹം പേടിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് ഒരു വൃദ്ധ തപസ്വി ഗുഹയ്ക്ക് പുറത്തേക്ക് വരുന്നത്. ആ വൃദ്ധ തപസ്വി പറയുകയാണ്, കടുവ ഒരു ജ്ഞാനിയാണ്, അദ്ദേഹത്തെ വന്ദിക്കൂ എന്ന്. കടുവ ഓം എന്ന് മുരണ്ടു. അതുകൂടാതെ ശ്രീപാദരാജം ശരണം പ്രപദ്യേ എന്ന പ്രാർത്ഥനയും ചൊല്ലി. അത്ഭുതത്തോടെ ഇത് നോക്കി നിൽക്കുകയാണ് ശങ്കരഭട്ട്. കടുവയുടെ ദേഹം പൊടിഞ്ഞുപോയി തിളക്കമാർന്ന ദിവ്യ ശരീരത്തോടെയുള്ള ഒരു മനുഷ്യരൂപം പ്രത്യക്ഷപ്പെട്ടു. വൃദ്ധ തപസ്വിയെ നമസ്കരിച്ച് ആകാശത്തിലൂടെ അത് പറന്നുപോയി. അവർ ഗുഹയിലേക്ക് പോയി. വൃദ്ധ തപസ്വി അവരോട് യജ്ഞത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. കടുവയുടെ കഥ. ആന്ധ്രാപ്രദേശത്തെ ഗോദാവരി ഭൂഭാഗത്ത് ആത്രേയപുരം ഗ്രാമത്തിലെ ബ്രാഹ്മണ കുടുംബത്തിലെ കുട്ടിയാണ് വ്യാഘ്രേശ്വര ശർമ്മ. നന്നാക്കാൻ കഴിയാത്തൊരു വിഡ്ഢിയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും മാതാപിതാക്കളുടെ മോശം പെരുമാറ്റവും സമൂഹത്തിൽ നിന്നേറ്റ അപമാനവും അയാളിൽ അപകർഷതാബോധം ഉണ്ടാക്കുകയും ചെയ്തു. അയാൾ ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ്. ഒരു ദിവ്യ ശിശുവിനെയാണ് സ്വപ്നം കാണുന്നത്. ആ ദിവ്യ ശിശു അദ്ദേഹത്തോട് പറയുന്നു ഹിമാലയത്തിലെ ബദ്രികാരണ്യത്തിലേക്ക് പോകാൻ. അയാൾ അങ്ങനെ ബദ്രികാരണ്യത്തിലെത്തി. അയാളുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു. ഉർവശി കണ്ഠത്തിൽ പുണ്യസ്നാനം നടത്തി. അപ്പോഴേക്കും ആ നായ അപ്രത്യക്ഷമായി. അവിടെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. വ്യാഘ്രേശ്വരൻ തന്നെ ശിഷ്യനാക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചു. അങ്ങനെ ഒരു വർഷം ക്രിയായോഗം അഭ്യസിച്ച് ആത്മജ്ഞാനം നേടാൻ അദ്ദേഹം ഉപദേശിച്ചു. സഹശിഷ്യന്മാരെല്ലാം പുലിത്തോലിൽ ഇരുന്നതിനാൽ പുലിത്തോൽ പവിത്രമാണെന്നും അതിനാൽ പുലി അതിലധികം മഹത്വമുള്ളതാണെന്നും അയാൾ ചിന്തിച്ചു. പിന്നെ തൻ്റെ പേര് വ്യാഘ്രേശ്വരുഡു എന്നായതിനാൽ താൻ ഒരു പുലി മാത്രമേ ആകാവൂ, ഞാൻ വ്യാഘ്രത്തെ മാത്രമാണ് ധ്യാനിക്കേണ്ടത് എന്നും വിചാരിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വ്യാഘ്രമായി മാറി. ഗുരു വന്നപ്പോൾ ഈ കാഴ്ച കണ്ടു. ഉൾക്കാഴ്ചയിലൂടെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം അതിനെ ഓം എന്ന് ഉച്ചരിക്കാൻ പഠിപ്പിച്ചു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ എന്ന മന്ത്രവും ഉപദേശിച്ചു. വ്യാഘ്രേശ്വരൻ പിന്നീട് ഗുരുവപുരത്തേക്ക് പോയി. ശ്രീപാദ ശ്രീവല്ലഭനെ ദർശിക്കാനായിട്ടാണ് പോയത്. ഗുരുവപുരത്ത് എത്തുവാൻ നദി നീന്തി കടക്കണമായിരുന്നു. അപ്പോൾ ഭക്തന്മാരുടെ കൂടെ ഇരുന്ന ശ്രീപാദ ശ്രീവല്ലഭൻ തൻ്റെ വലിയൊരു ഭക്തൻ വിളിക്കുന്നുണ്ട്, താൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നദിയിലെ വെള്ളത്തിനു മീതെ നടന്ന് മറുകരയിൽ എത്തി. അപ്പോൾ അവിടെ വ്യാഘ്രേശ്വരനെ കാണുകയാണ്. ശ്രീവല്ലഭൻ പുലിയുടെ പുറത്ത് കയറി. പുലി നദി നീന്തി കടന്ന് മറുകരയിലെത്തി. ശ്രീവല്ലഭൻ പുലിയുടെ പുറത്തു നിന്നിറങ്ങിയപ്പോൾ പുലി മരിച്ചു വീണു. ദിവ്യപ്രകാശമുള്ള ഒരു ശ്രേഷ്ഠ വ്യക്തി പുലിയുടെ ദേഹത്തിൽ നിന്ന് ഉയർന്നു വന്നു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും പുലിരൂപം സ്വീകരിക്കാമെന്ന് ശ്രീപാദൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. മഹാതപസ്വികൾ ആശയവിനിമയത്തിന് വ്യാഘ്രേശ്വരനെ ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ സംഗ്രഹം.
ശ്രീ മഹാഗണപതിക്കും ശ്രീ മഹാസരസ്വതിക്കും എൻ്റെ ഗുരുപരമ്പരയ്ക്കും ശ്രീകൃഷ്ണ ഭഗവാനും സമസ്ത ദേവീ ദേവതാഗണങ്ങൾക്കും പ്രണാമാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ദത്താത്രേയ ഭഗവാന്റെ നവാവതാരമായ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുവാൻ തുടങ്ങുന്നു. ശ്രീ ദത്താത്രേയൻ അതിപ്രാചീനനും നിത്യനൂതനനുമാണ്. അദ്ദേഹം കലിയുഗത്തിൽ ആന്ധ്ര സംസ്ഥാനത്തെ ഗോദാവരി പ്രദേശത്ത് പീഠികാപുരം എന്ന ഗ്രാമത്തിൽ ശ്രീപാദ ശ്രീവല്ലഭൻ എന്ന പേരിൽ അവതരിച്ചു. വലിയ വിദ്വാൻമാർക്ക് പോലും ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദൈവീക ലീലയുടെ വൈഭവത്തെ വർണ്ണിക്കുക അസാധ്യമാണ്. ഞാൻ തികച്ചും പഠിപ്പും വിവരവും ഇല്ലാത്തവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വിവരിക്കുവാൻ എൻ്റെ ഈ ഉദ്യമം അദ്ദേഹത്തിൻ്റെ നിശ്ചയവും ദിവ്യവുമായ ആജ്ഞയും അനുഗ്രഹവും കൊണ്ട് മാത്രമാണെന്ന് എല്ലാ ജനങ്ങളെയും ഏറ്റവും വിനയപൂർവ്വം അറിയിക്കുന്നു. എൻ്റെ പേര് ശങ്കരഭട്ട് എന്നാണ്. ഞാൻ കർണാടക ദേശക്കാരനാണ്. ഞാൻ സ്മാർത്ത വിഭാഗത്തിലും ഭാരദ്വാജ ഗോത്രത്തിലും ഉൾപ്പെട്ട ഒരു ബ്രാഹ്മണനാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുവാനായി ഞാൻ പുണ്യനഗരമായ ഉടുപ്പിയിൽ പോയി. അവിടെ മനോഹര വർണ്ണങ്ങളുള്ള മയിൽപ്പീലി തിരുമുടിയിൽ ചൂടിയ ഉണ്ണികൃഷ്ണൻ എനിക്ക് ദർശനം തന്നു. കന്യാകുമാരിയിൽ പോയി കന്യകാ പരമേശ്വരിയെ ദർശിക്കണമെന്ന് അവിടുന്ന് എന്നോട് ആജ്ഞാപിച്ചു. ഞാൻ ദേവി കന്യകാ പരമേശ്വരിയെ ദർശിക്കുവാൻ കന്യാകുമാരിയിൽ പോയി. 3 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് പുണ്യസ്നാനം ചെയ്തു. ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ ദേവിയെ ദർശിക്കുവാൻ ക്ഷേത്രത്തിൽ പോയത്. പൂജാരി വളരെ ആത്മാർത്ഥമായി പൂജിക്കുകയായിരുന്നു. ഞാൻ കൊടുത്ത ചുവന്ന പൂക്കൾ അദ്ദേഹം അർപ്പിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് മാതാവ് എന്നെ ആർദ്രതയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ശങ്കര, നിന്റെ ഹൃദയത്തിലെ ശുദ്ധമായ ഭക്തി കൊണ്ട് ഞാൻ സന്തുഷ്ടയായി. നീ കുരുവപുരത്ത് ചെന്ന് ശ്രീപാദ ശ്രീവല്ലഭനെ ദർശിച്ച് ജന്മസാഫല്യം നേടൂ. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദർശനം കൊണ്ട് മാത്രം നിന്റെ മനസ്സിനും ആത്മാവിനും സർവേന്ദ്രിയങ്ങൾക്കും അനിർവചനീയമായ അനുഭവം ഉണ്ടാകും. ദേവി മാതാവിൻ്റെ കൃപ ലഭിച്ച ഞാൻ ആ പുണ്യസ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു. വഴിക്ക് കുറച്ചു ദൂരെ മരുത്വാമല എന്ന ഒരു ഗ്രാമത്തിൽ എത്തി. ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് സഞ്ജീവനി പർവ്വതത്തെ ചുമന്നുകൊണ്ടു പോകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം വീണുപോയെന്നും അതാണ് മരുത്വാമലയെന്നും ഞാൻ മനസ്സിലാക്കി. മരുത്വാമലയിലെ കുന്ന് കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അതിൽ ഏതാനും ഗുഹകളുണ്ട്. അത് അദൃശ്യരായ സിദ്ധപുരുഷന്മാർ തപസ് ചെയ്ത് താമസിക്കുന്ന ഒരു പ്രദേശമാണെന്നും ഞാൻ മനസ്സിലാക്കി. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു സിദ്ധപുരുഷനെയെങ്കിലും കാണാം എന്ന മോഹത്തോടെ ഞാൻ ആ ഗുഹകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ഗുഹയുടെ പ്രവേശനദ്വാരത്തിൽ ഒരു കടുവ നിൽക്കുന്നതായിരുന്നു ഞാൻ കണ്ടത്. എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. വല്ലാതെ ഭയന്നു പോയ ഞാൻ ഉറക്കെ നിലവിളിച്ചു, ശ്രീപാദ ശ്രീവല്ലഭ ദത്തപ്രഭോ. ഒരു വളർത്തുമൃഗത്തെ പോലെ കടുവ അനങ്ങാതെ നിന്നു. ഒരു വൃദ്ധ തപസ്വി പുറത്തു വന്നു. ആ മരുത്വാമല പ്രദേശം മുഴുവൻ പെട്ടെന്ന് ശ്രീപാദ ശ്രീവല്ലഭനാമം പ്രതിധ്വനിച്ചു. ആ വൃദ്ധ തപസ്വി പറഞ്ഞു, മകനെ, നീ ധന്യനാണ്. ഈ കലിയുഗത്തിൽ ഭഗവാൻ ദത്തൻ ശ്രീപാദ ശ്രീവല്ലഭനായി അവതരിച്ചു എന്നത് മഹാസിദ്ധന്മാരും മഹായോഗികളും ജ്ഞാനികളും നിർവികൽപ്പ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന പരമഹംസന്മാരും മാത്രമേ അറിയുന്നുള്ളൂ. നീ ഭാഗ്യവാനായതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരാൻ കഴിഞ്ഞത്. ഇത് ആത്മാന്വേഷണത്തിൻ്റെ ഒരു നാടാണ്. ഇത് സിദ്ധഭൂമിയാണ്. നിന്റെ ആഗ്രഹം നിറവേറും. നിനക്ക് ശ്രീപാദനെ കാണുവാനുള്ള ഭാഗ്യമുണ്ടാകും. ഗുഹാദ്വാരത്തിൽ കണ്ട കടുവ ഒരു ജ്ഞാനിയാണ്. അദ്ദേഹത്തെ വന്ദിക്കൂ. കടുവയുടെ രൂപത്തിലുള്ള ജ്ഞാനിയെ ഞാൻ നമസ്കരിച്ചു. ഉടനെ ആ കടുവ ഓം എന്ന് മുരണ്ടു. മരുത്വാമല പ്രദേശം മുഴുവൻ ആ മുരൾച്ച മാറ്റുരി കൊണ്ടു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ എന്ന പ്രാർത്ഥന ശ്രുതി മധുരമായി കേൾക്കായി. ഞാൻ ഈ അത്ഭുതകരമായ രംഗം കണ്ടുനിന്നു. കടുവയുടെ ദേഹം പൊടിഞ്ഞുപോയി. തിളക്കമാർന്ന ദിവ്യ ശരീരത്തോടു കൂടിയ ഒരു മനുഷ്യരൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ദിവ്യപുരുഷൻ വൃദ്ധ തപസ്വിയെ നമസ്കരിച്ച് തൻ്റെ തിളങ്ങുന്ന ശരീരത്തോടെ ആകാശമാർഗത്തിലൂടെ പറന്നുപോയി. വൃദ്ധ തപസ്വി പുഞ്ചിരിച്ചു. അദ്ദേഹം എന്നെ ഗുഹയിലേക്ക് ക്ഷണിച്ചു.
നിശബ്ദമായി ഞാൻ ഗുഹയിലേക്ക് പ്രവേശിച്ചു. വൃദ്ധതപസ്വിയുടെ കണ്ണുകളിൽ നിന്ന് കരുണാരസം ഒഴുകിക്കൊണ്ടിരുന്നു. കേവലം തൻ്റെ സങ്കല്പപ്രഭാവം കൊണ്ട് അദ്ദേഹം തീയുണ്ടാക്കി ഹോമാഗ്നിയിൽ അർപ്പിക്കുവാനായി പവിത്രമായ പദാർത്ഥങ്ങളും മധുര ഭക്ഷണ വസ്തുക്കളും ഫലങ്ങളും ഉണ്ടാക്കി. വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അവയെ അഗ്നിയിൽ ഹോമിച്ചു. വൃദ്ധതപസ്വി പറഞ്ഞു, യജ്ഞവും യാഗവും പോലുള്ള എല്ലാ സത്കർമ്മങ്ങളും ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് പ്രയോജനം നേടിയിട്ടുള്ള മനുഷ്യൻ പഞ്ചഭൂതങ്ങളുടെ മൂർത്തീകരണമായ ദേവതയെ മറക്കുകയാണ്. ദേവതകളുടെ സംതൃപ്തിക്കായി യജ്ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട്. യജ്ഞങ്ങൾ കൊണ്ട് ദേവതകൾ തൃപ്തിയടയുന്നു. അവയുടെ കൃപ കൊണ്ട് പ്രകൃതി അനുകൂലമാകുന്നു. ഏതെങ്കിലും പ്രകൃതി ശക്തി വിനാശകരമായി തീരുമ്പോൾ മനുഷ്യന് അതിജീവനം അസാധ്യമായി തീരുന്നു. പ്രകൃതി ശക്തികളെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ അത്യാഹിതങ്ങൾ സംഭവിക്കും. മനുഷ്യൻ ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ പ്രകൃതി ശക്തികൾ അപകടകരമായ സംഭവവികാസങ്ങൾ ഉണ്ടാക്കും. ഞാൻ ഈ യാഗം ചെയ്തത് ലോകക്ഷേമത്തിനു വേണ്ടിയാണ്. യാഗം അഥവാ യജ്ഞം എന്നാൽ സംയോജനമാണ്. ഇതിൻ്റെ ഫലമായി നിനക്ക് ശ്രീദത്തൻ്റെ അവതാരമായ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദർശനം ലഭിക്കും. ഇത് ഒരു അപൂർവ ഭാഗ്യമാണ്. പല ജന്മങ്ങളിൽ കൂടി നേടിയ സുകൃതം പെട്ടെന്ന് സഫലമാവുകയും ഇതുപോലുള്ള അസാധ്യമായ ഭാഗ്യം കൈവരികയും ചെയ്യും. ആ മഹാപുരുഷനെ നമസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞു, സിദ്ധവരേണ്യ, ഞാനൊരു പണ്ഡിതനോ യോഗിയോ അല്ല, ഒരു ഭക്തനുമല്ല. ഞാനൊരു അല്പജ്ഞനാണ്. എന്നിൽ കാരുണ്യമുണ്ടാകണം. എൻ്റെ ചില സംശയങ്ങൾ തീർത്തു തരണം. അദ്ദേഹം അതിന് സമ്മതിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, സിദ്ധവരേണ്യ, ഞാൻ ദേവി കന്യകാ പരമേശ്വരി മാതാവിനെ സന്ദർശിച്ചപ്പോൾ മാതാവ് എന്നോട് കുരുവപുരത്തേക്ക് പോയി ശ്രീപാദ ശ്രീവല്ലഭനെ ദർശിക്കുവാൻ പറഞ്ഞു. ഇവിടെ ഞാൻ അങ്ങയെയും കടുവയുടെ രൂപത്തിലൊരു മഹാപുരുഷനെയും കണ്ടു. കടുവയുടെ രൂപത്തിൽ ഉണ്ടായിരുന്ന ആ മഹാൻ ആരാണ്? ശ്രീപാദ ശ്രീവല്ലഭൻ വാസ്തവത്തിൽ ആരാണ്? എൻ്റെ സംശയം തീർത്ത് എന്നെ അനുഗ്രഹിക്കണം. വൃദ്ധ തപസ്വി പറഞ്ഞു തുടങ്ങി. ആന്ധ്രാപ്രദേശത്തെ ഗോദാവരി ഭൂഭാഗത്ത് അത്രി മഹർഷി തീവ്ര അനുഷ്ഠാനങ്ങൾ ചെയ്തിരുന്നതുകൊണ്ട് പ്രസിദ്ധമായ ആത്രേയപുരം എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ കാശ്യപ ഗോത്രത്തിൽപ്പെട്ട ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു. മാതാപിതാക്കൾ അയാൾക്ക് വ്യാഘ്രേശ്വര ശർമ്മ എന്ന് പേരിട്ടു. അച്ഛൻ മഹാപണ്ഡിതനായിരുന്നു. എങ്കിലും മകൻ നന്നാക്കാൻ കഴിയാത്ത ഒരു വിഡ്ഢിയായിരുന്നു. നീണ്ട കാലത്തെ വിദ്യാഭ്യാസത്തിന് ശേഷവും സന്ധ്യാവന്ദനം ചെയ്യാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. വ്യാഘ്രേശ്വര ശർമ്മ എന്ന ഞാൻ അഭിവാദ്യം ചെയ്യുന്നു എന്ന് സംസ്കൃതത്തിൽ കഷ്ടിച്ച് പറഞ്ഞൊപ്പിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. അത്രമാത്രം. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ അയാളെ അസ്വസ്ഥനാക്കി. മാതാപിതാക്കളുടെ മോശമായ പെരുമാറ്റവും വർദ്ധിച്ചു വന്നു. ഹിമാലയത്തിൽ വലിയ തപസ്വികൾ ഉണ്ടെന്നും അവരുടെ അനുഗ്രഹം കൊണ്ട് ആത്മജ്ഞാനം നേടാൻ കഴിയുമെന്നും ആരോ അയാളോട് പറഞ്ഞു. മംഗളകർമ്മങ്ങൾക്കൊന്നും അയാളെ വിളിക്കാതായി. അയാൾക്ക് സമ്മാനമായി എള്ള് കൊടുത്തെന്ന് വരും. ശ്രാദ്ധ ചടങ്ങിന് മറ്റാരെയും കിട്ടിയില്ലെങ്കിൽ അയാളെ വിളിച്ചെന്ന് വരും. അയാൾക്ക് സമ്മാനമായി എള്ള് കൊടുത്തെന്ന് വരും. ശ്രാദ്ധ ചടങ്ങിന് മറ്റാരെയും കിട്ടിയില്ലെങ്കിൽ അയാളെ വിളിച്ചെന്നു വരും. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ താണതായി കണക്കാക്കപ്പെട്ടവയായിരുന്നു. അതുകൊണ്ട് ഒരു അപകർഷതാബോധം അയാളിൽ വളർന്നു വന്നു. ഒരു ദിവസം വെളുപ്പിന് അയാൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ പ്രഭാപൂരം പരത്തുന്ന ഒരു ദിവ്യ ശിശുവിനെ കണ്ടു. അത് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആ ദിവ്യപാദങ്ങൾ ഭൂമിയെ സ്പർശിച്ചപ്പോൾ എല്ലായിടത്തും സ്വർഗീയ പ്രകാശം പ്രസരിച്ചു. ആ ദിവ്യബാലൻ സാവധാനം നടന്നു വന്ന് അയാളോട് പറഞ്ഞു, ഞാൻ ഇവിടെയുള്ളപ്പോൾ നീ എന്തിനു ഭയപ്പെടുന്നു? ഞാനും ഈ ഗ്രാമവുമായി ഋണാനുബന്ധമുണ്ട്. കടപ്പാടിൻ്റെ കെട്ടില്ലെങ്കിൽ ഒരു നായയ്ക്ക് പോലും നമ്മുടെ അടുത്ത് എത്തുവാൻ കഴിയുകയില്ല. നീ ഹിമാലയ പ്രദേശത്തുള്ള ബദ്രികാരണ്യത്തിലേക്ക് പോകൂ, നിനക്ക് മംഗളം ഭവിക്കും. ഇപ്രകാരം പറഞ്ഞ് ദിവ്യൻ അപ്രത്യക്ഷനായി. വ്യാഘ്രേശ്വര ശർമ്മ ബദ്രികാരണ്യത്തിൽ എത്തി. യാത്രയിൽ വഴിക്കെല്ലാം വലിയ ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണം കിട്ടിയിരുന്നു. യാത്രയുടെ തുടക്കം മുതൽ ഒരു നായ അയാളെ പിന്തുടർന്നു.
അയാളും നായയും ബദ്രികാരണ്യത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. അതിനിടെ അയാൾ ഉർവശീകണ്ഠത്തിൽ പുണ്യസ്നാനം ചെയ്തു. നായും അയാളുടെ കൂടെ സ്നാനം ചെയ്തു. ആ സമയത്ത് ശ്രേഷ്ഠനായ ഒരു വ്യക്തി തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പുണ്യസ്നാനത്തിനായി ഉർവശീകുണ്ഠത്തിലേക്ക് വന്നു. വ്യാഘ്രേശ്വരൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ച് തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹം ദയാപൂർവം സമ്മതിച്ചു. അദ്ദേഹം സമ്മതിച്ച ഉടനെ നായ അപ്രത്യക്ഷമായി. അദ്ദേഹം പറഞ്ഞു, വ്യാഘ്രേശ്വര, നിന്നെ പിന്തുടർന്ന ആ നായ നീ കഴിഞ്ഞ ജന്മങ്ങളിൽ സമ്പാദിച്ച സുഹൃതത്തിൻ്റെ മൂർത്തീകരണമാണ്. സമയത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് നിനക്കിവിടെ വരാൻ കഴിഞ്ഞു. നിനക്ക് ഉർവശീകുണ്ഠത്തിൽ സ്നാനം ചെയ്യുവാനും കഴിഞ്ഞു. നീ ഈ തപോഭൂമിയിലേക്ക് നവനാരായണന്മാരാൽ ആകർഷിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ശ്രീപാദ ശ്രീവല്ലഭൻ്റെ കൃപയാണ്. വ്യാഘ്രേശ്വരൻ കുമ്പിട്ട് വണങ്ങിയിട്ട് ചോദിച്ചു, ഗുരുദേവ, ശ്രീപാദ ശ്രീവല്ലഭൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ കൃപ എന്നിൽ ചൊരിയുവാൻ കാരണം എന്താണ്? ചോദ്യങ്ങൾക്ക് സിദ്ധൻ വിശദമായ മറുപടി പറഞ്ഞു. മകനെ, ശ്രീപാദ ശ്രീവല്ലഭൻ സാക്ഷാൽ ദത്തപ്രഭുവാണ്. ത്രേതായുഗത്തിൽ ഭരദ്വാജ മഹർഷി പീഠികാപുരത്ത് വെച്ച് സവിതൃകാഠക ചയനം എന്ന ഒരു മഹായജ്ഞം ചെയ്തു. അദ്ദേഹം ശിവപാർവതിമാരെയും അതിലേക്ക് ക്ഷണിച്ചു. ശിവപാർവതിമാരുടെ വരത്തിൻ്റെ ശക്തി കൊണ്ട് അനേകം മഹാത്മാക്കളും സിദ്ധപുരുഷന്മാരും ജ്ഞാനികളും യോഗികളും ഭരദ്വാജ ഗോത്രത്തിൽ അവതരിച്ചിട്ടുണ്ടെന്ന് പൈങ്ക്യ ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൈങ്ക്യ ബ്രാഹ്മണവും സാന്ദ്രസിന്ധു വേദവും മറ്റു പല സ്ഥലങ്ങളിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും കൽക്കിയുടെ അവതാരഭൂമിയായ ശമ്പല ഗ്രാമത്തിൽ അവ അതിഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട്. കലിയുഗത്തിൻ്റെ അവസാനവും സത്യയുഗത്തിൻ്റെ തുടക്കവുമായ കാലത്ത് പീഠികാപുരത്ത് ശ്രീദത്തൻ്റെ അവതാരമായ ശ്രീപാദ ശ്രീവല്ലഭൻ ഭൗതിക രൂപമെടുത്ത് എത്തുന്നു. പല ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ കുറയുകയും സത്കർമ്മങ്ങൾക്ക് ഫലം കിട്ടിത്തുടങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമേ ദത്തനോടുള്ള ഭക്തി വളരുകയുള്ളൂ. ദത്തനോടുള്ള ഭക്തി പൂർണ്ണമാകുമ്പോൾ മാത്രമേ അത് ഏത് പ്രായത്തിലായാലും ഏത് സമയത്തായാലും ശ്രീപാദ ശ്രീവല്ലഭൻ കാഴ്ചയുടെയും സ്പർശനത്തിൻ്റെയും വാക്കിൻ്റെയും ഐശ്വര്യം നൽകുകയുള്ളൂ. നിന്റെ കഴിഞ്ഞ ജന്മങ്ങളിലെ സൽപ്രവൃത്തികൾ ശക്തമായതുകൊണ്ടാണ് ശ്രീപാദ ശ്രീവല്ലഭൻ നിന്നിൽ കാരുണ്യം ചൊരിഞ്ഞത്. ഞാനിപ്പോൾ എൻ്റെ ആചാര്യനായ മഹാവതാരം ബാബാജിയെ കാണുവാൻ പുറപ്പെടുകയാണ്. ഒരു വർഷത്തിനു ശേഷം ഞാൻ തിരികെ വരും. നിനക്കായി കരുതി വച്ചിട്ടുള്ള ഗുഹയിൽ ക്രിയായോഗം അഭ്യസിച്ച് ആത്മജ്ഞാനം നേടുവാൻ യത്നിക്കൂ. ഇങ്ങനെ നിർദ്ദേശിച്ച് സിദ്ധൻ സഞ്ജീവനി പർവ്വത പ്രദേശത്തുള്ള ദ്രോണഗിരിയിലേക്ക് പോയി. വ്യാഘ്രേശ്വരൻ തനിക്കായി കരുതി വയ്ക്കപ്പെട്ട ഗുഹയിലിരുന്നു. ക്രിയായോഗത്തിൻ്റെ രീതികളോ ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള പ്രസ്താവങ്ങളോ അയാൾക്ക് മനസ്സിലായില്ല. അയാൾ ഇപ്രകാരം ചിന്തിച്ചു, ഗുരുജി വാത്സല്യപൂർവ്വം വ്യാഘ്ര എന്നാണ് എന്നെ വിളിക്കാറുള്ളത്. എൻ്റെ സഹശിഷ്യന്മാരെല്ലാം പുലിത്തോലിന്മേൽ ഇരുന്നാണ് ധ്യാനിക്കുന്നത്. പുലിത്തോൽ ഇത്രമാത്രം പവിത്രവും യോഗിക്ക് ഇത്രയധികം പ്രയോജനകരവും ആണെങ്കിൽ പുലി അല്ലെങ്കിൽ വ്യാഘ്രം എത്ര അധികം മഹത്വമുള്ളതായിരിക്കണം. അതിനു പുറമെ ഗുരുജി എന്നോട് ആത്മജ്ഞാനത്തിനു വേണ്ടി പരിശ്രമിക്കുവാൻ പറഞ്ഞു. ആത്മൻ എന്നാൽ ഞാൻ. മറ്റുള്ളവരുമായി എനിക്ക് എന്ത് ബന്ധമാണുള്ളത്? എൻ്റെ പേര് വ്യാഘ്രേശ്വരുഡു എന്നാണ്. അതുകൊണ്ട് ഞാൻ ഒരു പുലി മാത്രമേ ആകാവൂ. ഞാൻ വ്യാഘ്രത്തെ മാത്രമാണ് ധ്യാനിക്കേണ്ടത്. അതാണ് എൻ്റെ ആത്മാവ്. എനിക്ക് ഒരു പുലിയുടെ രൂപം ഉണ്ടായാൽ ഞാൻ ആത്മജ്ഞാനം നേടിയതിന് തുല്യമാണ് അത്. ഒരു വർഷം ശാന്തമായി കടന്നുപോയി. ഗുരു വന്നു. അദ്ദേഹം ഓരോ ഗുഹയിലും ചെന്ന് ശിഷ്യന്മാർക്കുണ്ടായ പുരോഗതി നിരീക്ഷിച്ചു. വ്യാഘ്രേശ്വരനെ അയാളുടെ ഗുഹയിൽ കണ്ടില്ല. അവിടെ ഒരു പുലി കിടക്കുന്നതാണ് കണ്ടത്. ഒരു യോഗിയുടെ ഉൾക്കാഴ്ചയിലൂടെ ഗുരുജി കാര്യം മനസ്സിലാക്കി. വ്യാഘ്രേശ്വരുഡു തീവ്രമായി ഒരു വ്യാഘ്രരൂപത്തെ ധ്യാനിച്ചു. ഒരു വ്യാഘ്രമായി രൂപാന്തരം സംഭവിക്കുകയും ചെയ്തു. തൻ്റെ ശിഷ്യൻ്റെ ഹൃദയ നൈർമല്യത്തെയും ആത്മാവിൻ്റെ വിശുദ്ധിയെയും കുറിച്ച് ഗുരുജി സന്തുഷ്ടനായി. അയാളെ അനുഗ്രഹിക്കുകയും ഓം എന്ന് ഉച്ചരിക്കുവാൻ അതിനെ പഠിപ്പിക്കുകയും ചെയ്തു.
ഒരു മന്ത്രമായി ഇടവിടാതെ ജപിക്കുവാനായി ശ്രീപാദരാജം ശരണം പ്രപദ്യേ, ശ്രീപാദരാജനെ ശരണം പ്രാപിക്കുന്നു എന്ന് ഉപദേശിക്കുകയും ചെയ്തു. വ്യാഘ്രേശ്വരൻ പുലിയുടെ രൂപത്തിൽ കുരുവപുരത്തേക്ക് പോയി. കുരുവപുരത്ത് എത്തുവാൻ നദി കടക്കേണ്ടതുണ്ട്. ആ സമയത്ത് ശ്രീപാദ ശ്രീവല്ലഭൻ തൻ്റെ ഭക്തന്മാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു വലിയ ഭക്തൻ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഇപ്രകാരം പറഞ്ഞ് തൻ്റെ തിളങ്ങുന്ന ശരീരത്തോടെ അദ്ദേഹം നദിയിലെ വെള്ളത്തിനു മീതെ നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പുണ്യപാദം വെച്ച ഓരോ തവണയും അവിടെ വെള്ളത്തിൽ നിന്ന് ഒരു താമരപ്പൂവ് ഉയർന്നു വന്നു. മറുകരയിൽ എത്തിയ അദ്ദേഹം ശ്രീപാദരാജം ശരണം പ്രപദ്യേ എന്ന മന്ത്രം തുടർച്ചയായി ജപിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യാഘ്രേശ്വരനെ കണ്ടു. വ്യാഘ്രേശ്വരൻ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ പുണ്യപാദങ്ങളിൽ അഭിവാദ്യം ചെയ്തു. ശ്രീവല്ലഭൻ പുലിയുടെ പുറത്ത് കയറി ഇരുന്നു. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് പുലി നദി നീന്തിക്കടന്ന് കുരുവപുരത്ത് എത്തി. അവിശ്വസനീയമായ ഈ കാഴ്ച ജനങ്ങൾ വിസ്മയത്തോടെ നോക്കി നിന്നു. ദത്തപുരാണത്തിൽ പറയുന്നത് ശ്രീ ദത്താത്രേയൻ ധർമ്മശാസ്താവായി അവതരിച്ചു എന്നാണ്. ഹരിഹരപുത്രനായി അവതരിച്ച അദ്ദേഹം പുലിപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ട് ആ രാജ്യത്തെ രാജധാനിയിൽ എത്തി. ദേവേന്ദ്രനായിരുന്നു പുലിയുടെ രൂപത്തിൽ അയ്യപ്പസ്വാമിക്ക് അഥവാ ധർമ്മശാസ്താവിന് വാഹനമായത്. ശ്രീവല്ലഭൻ യഥാർത്ഥത്തിൽ ധർമ്മശാസ്താവ് തന്നെ ആയിരുന്നു എന്ന് വിശ്വസിച്ചവരുണ്ട്. ദേവി അംബ പുലിയുടെ പുറത്തും സിംഹത്തിൻ്റെ പുറത്തും ഇരുന്ന് സവാരി ചെയ്യുന്നു. അതുകൊണ്ട് ശ്രീവല്ലഭൻ പ്രപഞ്ചമാതാവായ ദേവിയുടെ വേർപെടുത്താനാവാത്ത രൂപമായിരുന്നു എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. കുരുവപുരത്ത് ശ്രീവല്ലഭൻ പുലിയുടെ പുറത്തുനിന്ന് ഇറങ്ങിയ നിമിഷം പുലി മരിച്ചു വീണു. ദിവ്യപ്രകാശമുള്ള ഒരു ശ്രേഷ്ഠ വ്യക്തി പുലിയുടെ ദേഹത്തിൽ നിന്ന് ഉയർന്നു വന്നു. തൻ്റെ പൂർവജന്മമായ പുലിരൂപത്തിൻ്റെ തോല് ഇരിപ്പിടമായി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ശ്രീവല്ലഭനോട് അപേക്ഷിച്ചു. ശ്രീചരണൻ അതിന് സമ്മതിച്ചു. കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തോടെ ശ്രീവല്ലഭൻ പറഞ്ഞു, മകനെ വ്യാഘ്രേശ്വര, നിന്റെ മുൻ ജന്മങ്ങളിൽ ഒന്നിൽ നീ ശക്തനായ ഒരു ഗുസ്തിക്കാരനായിരുന്നു. ആ ജന്മത്തിൽ നീ എല്ലാത്തരം ക്രൂരപ്രവൃത്തികളിലും വിനോദിച്ചിരുന്നു. പുലികളുമായി മല്ലിടുക, അവയെ മുറിവേൽപ്പിക്കുക, കീഴടക്കുക, പട്ടിണിക്കിടുക, ജനങ്ങളുടെ വിനോദത്തിനായി അവയെ പ്രദർശിപ്പിക്കുക എന്നിവയെല്ലാം ആ പ്രവൃത്തികളിൽ ഉൾപ്പെട്ടിരുന്നു. അന്ന് ചെയ്ത പാപങ്ങളുടെ ഫലമായി നിനക്ക് പല മൃഗജന്മങ്ങൾ എടുക്കേണ്ടതുണ്ടായിരുന്നു. കുന്നുകൂട്ടി വയ്ക്കപ്പെട്ട ആ പാപങ്ങളെല്ലാം എൻ്റെ കൃപ കൊണ്ട് ഈ വ്യാഘ്രജന്മത്തോടുകൂടി റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നു. നീ വളരെ കാലം പുലിയുടെ രൂപത്തിൽ കഴിഞ്ഞതുകൊണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ആ രൂപം സ്വീകരിക്കാം. ഈ വരം ഞാൻ നിനക്ക് നൽകുന്നു. നൂറ്റാണ്ടുകളായി ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന അനേകം സിദ്ധന്മാരെ നീ സന്ദർശിക്കുകയും നിനക്ക് അവരുടെ അനുഗ്രഹങ്ങൾ സിദ്ധിക്കുകയും ചെയ്യും. യോഗമാർഗത്തിൽ നീ ഏറ്റവും ഔന്നത്യത്തിലേക്ക് ഉയരുമാറാകട്ടെ. ശ്രീപാദൻ വ്യാഘ്രേശ്വരനെ ഇപ്രകാരം അനുഗ്രഹിച്ചു. വാസ്തവത്തിൽ ആ വ്യാഘ്രേശ്വര ശർമ്മയെയാണ് മുമ്പ് ശങ്കരഭട്ട് കടുവയായി കണ്ടത്. അദ്ദേഹം ഹിമാലയത്തിൽ പാർക്കുന്നു. മഹായോഗികൾക്ക് പൊതുജന സമ്പർക്കം ഇഷ്ടമല്ല. ഈ മഹാവ്യക്തി അങ്ങനെയുള്ള യോഗികൾക്ക് കാവൽ നിൽക്കുകയും അവർക്ക് സാമാന്യജനത്തിൽ നിന്ന് ശല്യമുണ്ടാകാതെ നോക്കുകയും ചെയ്യുന്നു. മഹാതപസ്വികൾക്ക് ആശയങ്ങളും വാർത്തകളും എത്തിച്ചു കൊടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. അവർ പുറത്തു വരികയോ ദൂതനെ അയക്കുകയോ ചെയ്യേണ്ടതില്ല. എങ്കിലും വിനോദത്തിനായി അവർ ആശയവിനിമയത്തിന് വ്യാഘ്രേശ്വരനെ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഭഗവാൻ ശ്രീദത്തൻ്റെ ദിവ്യലീലകളാണ്. ശ്രീപാദരാജം ശരണം പ്രപദ്യേ, ശ്രീപാദരാജം ശരണം പ്രപദ്യേ, ശ്രീപാദരാജം ശരണം പ്രപദ്യേ.